പിന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നിലമ്പൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് സഖാവ് എം സ്വരാജ്. ആർക്കാ തർക്കം? ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ ഏത് ചർച്ചയിലും പറയുന്നത് എന്താ? സ്വരാജിനെ പോലെയുള്ളൊരു നേതാവ് ഈ കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനും ഏത് ചെറുപ്പക്കാരിയും ആരും ആവട്ടെ, ആരും ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ യുവ നേതൃത്വം സഖാവ് എം സ്വരാജ്. ആ സ്വരാജ് ഈ നിലമ്പൂരിൻ്റെ അഹങ്കാരമാണോ? ഇവരുടെ അഭിമാനമാണോ? അതുകൊണ്ട് തന്നെ ഒരു തർക്കവും വേണ്ട. നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കണ്ണഞ്ചിക്കുന്ന ഭൂരിപക്ഷത്തിൽ, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിന് ഈ നിലമ്പൂര് അദ്ദേഹത്തെ ഈ നിലമ്പൂരിൻ്റെ നായകനായി തെരഞ്ഞെടുക്കും. കേരളത്തിൻ്റെ അഭിമാനമാക്കി അദ്ദേഹത്തെ പറഞ്ഞയക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നലെയും ഇന്നും ഈ നിലമ്പൂരിൻ്റെ തെരുവുകളിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരുടെയും പ്രായമുള്ളവരുടെയും സകലമാന മനുഷ്യരുടെയും പ്രകടനങ്ങളും ആവേശവും. ആ ആവേശം ഈ നാടിൻ്റെ ആവേശമാണ്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മതമില്ല, മറ്റു വ്യത്യാസങ്ങളില്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഈ നിലമ്പൂരിൻ്റെ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയെ കേരളത്തിന് സംഭാവന ചെയ്യാൻ ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.